അമേരിക്കക്ക് മുന്നിൽ ചരിത്ര വിജയങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളിൽ നിന്നും അമേരിക്കയെ പുറത്താക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനുണ്ട്. കാരണം ഇറാൻ ഏത് സമയത്തും ഭീഷണിയാണ് ഈ ബേസുകളെല്ലാം. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ എയർബേസ് ആണ് ഖത്തറിലുള്ള ഉദൈദിൽ. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. കാരണം തുടർച്ചയായ ഇറാന്റെ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കൂട്ടമായി തകർക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൽകിയിരുന്ന റഡാർ സംവിധാനങ്ങൾ, ആ റഡാർ സംവിധാനങ്ങൾ 1000 കിലോമീറ്റർ വരെയൊക്കെ ദൂരമുള്ള മേഖലകളെ, വ്യോമ മേഖലകളെ നിരീക്ഷിക്കാൻ കഴിയുന്ന റഡാറുകൾ, ലോങ് റേഞ്ച് റഡാറുകൾ ഇറാൻ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ഓരോ റഡാറുകളെയും ഓരോ ദിവസവും ഇറാൻ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്കും അവരുടെ ബേസുകൾക്കും സുരക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് US-ന്റെ ഉദൈദിലുള്ള ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദൈദ് എയർബേസിൽ നിന്നും യുദ്ധവിമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിലൂടെ ഇറാൻ അവരുടെ ലക്ഷ്യങ്ങൾ ഘട്ടം ഘട്ടമായി നേടുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും അമേരിക്കക്ക് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവരുടെ അസറ്റുകൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ഇറാന്റെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര വിജയമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്നാൽ ഇനി നമുക്ക് ഉറച്ചു പറയാം, കുവൈത്തിൽ നിന്നും ബഹ്റൈനിൽ നിന്നും തുടങ്ങി അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായി യുദ്ധത്തിൽ കെട്ടുകെട്ടി അമേരിക്ക പോകേണ്ടി വരുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ധാരാളം MQ-9 റീപ്പർ, 8 MQ-9 റീപ്പറുകൾ ജോർദാനിലെ ബേസിൽ തകർക്കപ്പെട്ടു എന്ന് വരുന്നു. ഈ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഒരു അമേരിക്കൻ സൈനികൻ ജോർദാനിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ അത്ഭുതമാണ്. ഇറാന്റെ മിസൈലുകൾ വരുമ്പോൾ അവർ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് പരക്കം പായുന്ന വീഡിയോ ആണ്. അപ്പുറത്ത് മിസൈലുകൾ ഹിറ്റ് ചെയ്യുന്നു, വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് അമേരിക്കൻ സൈനികർ തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. അമേരിക്ക അവരുടെ അസറ്റുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വലിയ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്.